അല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പിന്റെ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയോ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയോ ചെയ്താൽ 24 മണിക്കൂറകം ഞങ്ങളുടെ സ്ഥാനാർത്ഥി റെഡിയാണ്. ഒരു ടെൻഷൻ വേണ്ട. ഈ ചില ജില്ലകളിലെ പ്രാദേശികമായ പ്രശ്നങ്ങൾ, ഇപ്പൊ പത്തനംതിട്ടയില്, കൊല്ലത്ത്, അവിടെ ഒന്നും ഒരു പ്രാദേശിക പ്രശ്നമില്ല. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ എങ്ങനെ പ്രാദേശിക പ്രശ്നം കൊണ്ടാണ്? നിങ്ങൾ പല ചാനലുകൾ, എല്ലാവരും ഞാൻ പറയണില്ല, നിങ്ങൾ ഊഹിച്ചിട്ട് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഇടും. അപ്പോൾ ഓരോരുത്തർ എന്നിട്ട് ഓരോരുത്തരുടെ പ്രതികരണം നിങ്ങൾ പോയി ചോദിക്കും. ഞങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങളെ ഒന്ന് അനുവദിക്കുക. ആ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനെങ്കിൽ ഞങ്ങൾക്കൊരു അവസരം എന്താ? ഇനി എന്തിന്റെ ആദ്യം എന്ത് ചെയ്യാനാണ്? അവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല ഇതുവരെ. അടൂരിലൊന്നും സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. എന്ത് ചെയ്യാൻ ഒരു നിങ്ങൾ ഈ വാർത്ത കൊടുത്ത് കുഴപ്പമുണ്ടാക്കല്ലേ പ്ലീസ്. നിങ്ങൾ ആ BJPയുടെ ഒന്നും ഒറ്റ സ്ഥാനാർത്ഥിയുടെ പേര് പോലും നിങ്ങൾക്ക് അറിയില്ലല്ലോ. എവിടെ കൊടുക്കും? നിങ്ങളൊന്നും കൊടുക്കാനില്ല. നിങ്ങൾ എന്നോട് അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇട്ടാണെങ്കിൽ ഞാൻ ചോദിച്ചാൽ ഇന്നലെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ കുഴപ്പം? കണ്ണൂരിനെ പറ്റി അദ്ദേഹം വികാരഭരിതമായി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർലമെന്റ് മണ്ഡലമാണ് കണ്ണൂര്. അതിനേക്കാളും വലുതാണ് കണ്ണൂർ ജില്ല എന്ന് പറയുന്നത്. അതിനെന്താ കുഴപ്പം? അതൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഉറപ്പ് കൊടുക്കാൻ, അദ്ദേഹത്തിന് ഉറപ്പ് കൊടുക്കാൻ പറ്റിയ അത്ര വലിയ നേതാവല്ലല്ലേ ഞാൻ എന്തായാലും എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചൊന്നും എനിക്കറിയാം. അതൊന്നും അവരൊരു തീരുമാനിക്കുന്നതല്ലല്ലോ. മത്സരിക്കുന്ന കാര്യങ്ങൾ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഞാൻ മത്സരിക്കുന്ന കാര്യം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി തീരുമാനിക്കും. VD സതീശൻ മത്സരിക്കണമെന്ന് ആര് KPC പ്രസിഡന്റ് പറഞ്ഞല്ലോ, ആരും സ്വയം സ്ഥാനാർത്ഥികളായിട്ട് പ്രഖ്യാപിക്കണ്ട. പാർട്ടി തീരുമാനിക്കുന്നവരാണ് സ്ഥാനാർത്ഥികൾ. അതിന്റെ അപ്പുറത്തോട്ട് ആരും പോകണ്ട. ഇതൊക്കെ നിങ്ങളുണ്ടാക്കുന്നതാണ്. നിങ്ങൾ അതൊക്കെ തീരുമാനിക്കുമല്ലോ. UDF തീരുമാനിക്കട്ടെ. ഞങ്ങളൊന്നും അനുവദിക്കുക. നിങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥികളെ കിട്ടാതാവുമ്പോൾ നിങ്ങൾ തന്നെ സ്ഥാനാർത്ഥി ഉണ്ടാക്കുക. ഓരോ ചാനലിലും ഓരോ സ്ഥാനാർത്ഥിയാണ് ഓരോ നിയോജകമണ്ഡലത്തിൽ. എന്നിട്ട് അത് കിട്ടാത്ത ആളുടെ അടുത്ത് പോയിട്ട് നോക്കും, മറ്റേ ആളാണ് സ്ഥാനാർത്ഥി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പൊ അയാൾക്ക് വിഷമമായിട്ട് അയാൾ എന്തെങ്കിലും പറയും. അല്ല, അതൊക്കെ നേരത്തെ എത്ര പ്രാവശ്യം പറഞ്ഞത്? അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണ്. ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഹൈക്കമാൻഡാണ്, കോൺഗ്രസ് നേതൃത്വമാണ്. കാരണം MP-മാരെന്ന് പറയുന്നത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നവരാണ്, പാർലമെന്റിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരെ ഇങ്ങോട്ട് മത്സരിക്കാൻ അയക്കണമെന്ന് തീരുമാനിക്കുന്നത് AICCയുടെ ദേശീയ നേതൃത്വം. ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഒരു തീരുമാനം എടുത്ത് പറഞ്ഞേനെ. ഞങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല. ഞങ്ങളുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന കാര്യമല്ല. AICC നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യം. എല്ലാ ദിവസവും ഇത് തന്നെ ചോദിക്കുക, വേറെ വല്ലാണ്ട് ചോദിക്കുക. എന്നാ താങ്കൾ വീണ്ടും കള്ളം പറയുകയാണ്. അതായത് താങ്കൾ ഇന്നലെ പറഞ്ഞത് നല്ല പോസ്റ്റ് എന്നാണ്. അല്ല, അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതാ എനിക്കറിയില്ല. ഇന്നലെ പറഞ്ഞ അതല്ല. അതെനിക്കറിയില്ല. CPM കാര്യം കൊണ്ടുവയ്ക്കുന്നവര് കൊണ്ടുവയ്ക്കണായിരിക്കും. പറവൂര് പോസ്റ്റ് വെച്ചിട്ട് എന്താ കാര്യം? പറവൂരിൽ എന്താ പ്രശ്നം? പറവൂരിലാണ് അദ്ദേഹം മത്സരിക്കുക, സീറ്റ് ചോദിച്ചേക്കണത്. അത് ഞാൻ മാറിക്കൊടുക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.